ആകാശക്കാഴ്ചകൾ എന്നും കൗതുകമുള്ളതാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ആകാശത്തെ വിമാനങ്ങളുടെ സഞ്ചാരപഥങ്ങൾ കേവലം യാത്രകൾക്കപ്പുറം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെയും തർക്കങ്ങളുടെയും നിഴൽ രൂപങ്ങളായി മാറാറുണ്ട്. 2012 നിലച്ചുപോയ ഒരു വിമാന സർവീസ് 13 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തുടങ്ങാൻ ബംഗ്ലാദേശും പാകിസ്ഥാനും തീരുമാനിക്കുമ്പോൾ അത് കേവലം ഒരു യാത്രാവിഷയമല്ല, മറിച്ച് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു കരുനീക്കമാണ്. ബീമാൻ ബംഗ്ലാദേശ് എയർലൈൻസ് ജനുവരി 29 ധാക്കയിൽ നിന്ന് കറാച്ചിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരുടെയും കണ്ണ് ഇന്ത്യയുടെ ആകാശത്തേക്കാണ്. ഇന്ത്യയുടെ വ്യോമപാതയിലൂടെ കടന്നു പോകാതെ ബംഗ്ലാദേശിന് പാകിസ്ഥാനിലേക്ക് വേഗത്തിൽ എത്തുക അസാധ്യമാണ്. കേന്ദ്ര സർക്കാർ ഇതുവരെ ഈ വിഷയത്തിൽ ഔദ്യോഗികമായി മൗനം വെടിയാത്ത സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ ദക്ഷിണേഷ്യൻ നയതന്ത്ര രംഗത്ത് അതീവ നിർണായകമാണ്. ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള വിമാന സർവീസ് 2012 അവസാനമായി നടന്നത്. അതിനുശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ വീണു. 1971 വിമോചന സമരവുമായി ബന്ധപ്പെട്ട യുദ്ധക്കുറ്റവാളികളെ ബംഗ്ലാദേശ് സർക്കാർ വിചാരണ ചെയ്തതും തൂക്കിലേറ്റിയതും പാകിസ്ഥാനെ ചൊടിപ്പിച്ചിരുന്നു. ഇതിന് പകരമായി പാകിസ്ഥാൻ സ്വീകരിച്ച നയതന്ത്ര നിലപാടുകൾ ബന്ധം കൂടുതൽ വഷളാക്കി. സാമ്പത്തിക ലാഭമില്ലായ്മയും യാത്രക്കാരുടെ കുറവും കാരണമാണ് സർവീസ് നിർത്തിയതെന്ന് അന്ന് അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരുന്നു. 13 വർഷത്തോളം ഈ റൂട്ട് നിശ്ചലമായി കിടന്നു. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം മാറിക്കഴിഞ്ഞു. ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന് ശേഷം വന്ന പുതിയ ഭരണകൂടം പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പുതിയ വിമാന സർവീസ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം അല്പം അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ കിടക്കുന്ന ബംഗ്ലാദേശ് തങ്ങളുടെ പതാകവാഹക വിമാനമായ ബീമാൻ ബംഗ്ലാദേശിനെ പാകിസ്ഥാനിലേക്ക് അയക്കുമ്പോൾ അതിന് ഏറ്റവും എളുപ്പവഴി ഇന്ത്യൻ ആകാശത്തിലൂടെ തന്നെയാണ്. അന്താരാഷ്ട്ര വ്യോമയാന നിയമങ്ങൾ അനുസരിച്ച് സമാധാനപരമായ ആവശ്യങ്ങൾക്കായി വിദേശ വിമാനങ്ങൾക്ക് വ്യോമപാത വിട്ടു നൽകാൻ രാജ്യങ്ങൾ ബാധ്യസ്ഥരാണ്. എങ്കിലും ദേശീയ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി വിമാനങ്ങൾക്ക് അനുമതി നിഷേധിക്കാനുള്ള അധികാരം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ മുകളിലൂടെയല്ലാതെ മ്യാൻമർ, തായ്ലൻഡ്, ശ്രീലങ്ക എന്നിവ വഴി ചുറ്റിപ്പോകാൻ ബീമാൻ ബംഗ്ലാദേശ് തീരുമാനിച്ചാൽ യാത്രാ സമയം 3 മടങ്ങായി വർദ്ധിക്കും. ഇത് ഇന്ധന ചെലവ് കൂട്ടുകയും ടിക്കറ്റ് നിരക്ക് സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിധമാക്കി മാറ്റുകയും ചെയ്യും. ചുരുക്കത്തിൽ ഇന്ത്യ വഴി തുറന്നില്ലെങ്കിൽ ഈ വിമാന സർവീസ് സാമ്പത്തികമായി പരാജയപ്പെടും. ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം പാകിസ്ഥാനുമായി വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏകദേശം $200 ബില്യൺ വ്യാപാരം നിലവിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നുമുണ്ട്. ടെക്സ്റ്റൈൽസ്, തുകലുൽപ്പന്നങ്ങൾ, ചായ എന്നിവയുടെ കൈമാറ്റത്തിന് വിമാന സർവീസ് വലിയ സഹായകരമാകും. കൂടാതെ 10,000 ബംഗ്ലാദേശികൾ പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്ക് നിലവിൽ ദുബായ് വഴിയോ ദോഹ വഴിയോ വേണം നാട്ടിലെത്താൻ. നേരിട്ടുള്ള സർവീസ് വന്നാൽ അത് വലിയ ആശ്വാസമാകും. എന്നാൽ ഇന്ത്യയുടെ നിലപാട് ഇവിടെ വെല്ലുവിളിയാകുന്നു. 2019 ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം വ്യോമപാതകൾ അടച്ചിരുന്നു. പിന്നീട് നിയന്ത്രണങ്ങൾ നീക്കിയെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസ തകർച്ച ഇപ്പോഴും തുടരുകയാണ്. ബീമാൻ ബംഗ്ലാദേശ് വിമാനങ്ങൾക്ക് അനുമതി നൽകിയാൽ അത് പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര നിലപാടിൽ വെള്ളം ചേർക്കുന്നതാകുമോ എന്ന ആശങ്ക ഡൽഹിക്കുണ്ട്. ഇന്ത്യ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമാണ്. ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം ഇന്ത്യയോട് കാണിക്കുന്ന സമീപനം വിലയിരുത്താനുള്ള ഒരു അളവുകോലായി ഇന്ത്യ ഇതിനെ കാണുന്നു. ഇന്ത്യയെ മറികടന്ന് പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കാനുള്ള നീക്കത്തിന് ഇന്ത്യയുടെ ആകാശം തന്നെ വിട്ടു നൽകേണ്ടതുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ചരിത്രപരമായി നോക്കിയാൽ 1971 യുദ്ധകാലത്ത് പാകിസ്ഥാൻ വിമാനങ്ങൾ കിഴക്കൻ പാകിസ്ഥാനിലേക്ക്, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് പോകുന്നത് ഇന്ത്യ തടഞ്ഞിരുന്നു. അന്ന് ശ്രീലങ്ക വഴിയാണ് പാകിസ്ഥാൻ വിമാനങ്ങൾ പറന്നിരുന്നത്. സമാനമായ ഒരു സാഹചര്യം വീണ്ടും സംജാതമാകുമോ എന്നാണ് നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഇന്ത്യ അനുമതി നിഷേധിച്ചാൽ ബംഗ്ലാദേശിന് അത് വലിയൊരു തിരിച്ചടിയാകും. അത് അയൽരാജ്യങ്ങൾ തമ്മിലുള്ള അസ്വാരസ്യം വർദ്ധിപ്പിക്കാനും കാരണമായേക്കാം. എങ്കിലും ഇതിലൊരു സാങ്കേതിക വശവുമുണ്ട്. സിവിൽ ഏവിയേഷൻ നിയമങ്ങൾ പ്രകാരം വിമാനങ്ങൾക്ക് റൈറ്റ് ഓഫ് ഓവർ ഫ്ലൈറ്റ് ഉണ്ടെങ്കിലും ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരം സംരക്ഷിക്കപ്പെടണം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാണെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുമ്പോഴും പാകിസ്ഥാനെ മുൻനിർത്തിയുള്ള ഈ നീക്കത്തെ ജാഗ്രതയോടെയാണ് ഇന്ത്യ കാണുന്നത്. ഒരുപക്ഷെ ചില നിബന്ധനകളോടെ വിമാനങ്ങൾക്ക് അനുമതി നൽകാൻ ഇന്ത്യ തയ്യാറായേക്കാം. എന്നാൽ അപ്പോഴും ആ വിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ പരിശോധിക്കാനും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്താനും ഇന്ത്യക്ക് അവകാശമുണ്ടാകും. ഇന്ത്യ പാത അടച്ചാൽ ബീമാൻ ബംഗ്ലാദേശ് വട്ടം ചുറ്റും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഓരോ അധിക കിലോമീറ്ററും വിമാന കമ്പനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാക്കുക. അവസാനമായി ഈ വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യാത്രയല്ല, മറിച്ച് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്കിടയിലെ പുതിയ ചേരിതിരിവുകളുടെ കൂടി സൂചനയാണ്.
ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരു പുതിയ അച്ചുതണ്ട് രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ഇന്ത്യ ഭയപ്പെടുന്നുണ്ട്. ചൈനയുടെ സ്വാധീനവും ഈ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഓരോ നീക്കവും വളരെ ചിന്തിച്ചായിരിക്കും. ആകാശം തുറന്നു കൊടുക്കുന്നത് സൗഹൃദത്തിൻ്റെ അടയാളമാണെങ്കിലും അത് സുരക്ഷയ്ക്ക് ഭീഷണിയാകാൻ പാടില്ലെന്ന കർശന നിലപാടിലാകും ഇന്ത്യ എത്തുക. ജനുവരി 29 അടുക്കുന്തോറും ആകാംക്ഷ വർദ്ധിക്കുകയാണ്. ധാക്കയിൽ നിന്ന് പറന്നുയരുന്ന വിമാൻ ബംഗ്ലാദേശ് വിമാനം ഇന്ത്യൻ ആകാശത്തിലൂടെ രാജകീയമായി പറക്കുമോ അതോ ദീർഘദൂര പാത തെരഞ്ഞെടുത്ത് ഇന്ധനം കത്തിച്ച് തീർക്കുമോ എന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കൈകളിലാണ്. ഈ തീരുമാനം വരും കാലങ്ങളിൽ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയ ബന്ധങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. നയതന്ത്രത്തിൻ്റെ ഈ ആകാശ യുദ്ധത്തിൽ ആര് ജയിക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.